ഭൂമിയുടെ ചരിത്രത്തിൽ പലതവണ അത്യന്തം ദൈർഘ്യമേറിയ തണുപ്പുകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ദീർഘകാല തണുപ്പിനെ തന്നെയാണ് ഐസ് ഏജ് എന്ന് വിളിക്കുന്നത്. ഐസ് ഏജ് എന്നത് മുഴുവൻ ഭൂമിയും ഐസായി മാറുന്നു എന്നർത്ഥമല്ല, മറിച്ച് ഭൂമിയിലെ വലിയ ഭൂഭാഗങ്ങൾ, പ്രത്യേകിച്ച് ധ്രുവപ്രദേശങ്ങളും ചില ഭൂഖണ്ഡങ്ങളും കട്ടിയുള്ള ഐസ് ഷീറ്റ്സ് കൊണ്ട് മൂടപ്പെടുന്ന കാലഘട്ടമാണ്. ഭൂമിയുടെ കാലാവസ്ഥ ഒരിക്കലും സ്ഥിരമായിരുന്നില്ല. ചില സമയങ്ങളിൽ ഭൂമി വളരെ ചൂടായിരുന്നു, ചില സമയങ്ങളിൽ അത്യന്തം തണുത്തതും. ഈ തണുപ്പുകാലങ്ങൾ ജീവന്റെ ചരിത്രത്തെ തന്നെ മാറ്റിയ സംഭവങ്ങളാണ്. ഇപ്പോൾ ഭൂമിയിലെ പ്രധാന ഐസ് ഏജസ് ഒരു കഥ പോലെ മനസ്സിലാക്കാം. ഏറ്റവും പഴയ വലിയ ഐസ് ഏജ് ഹുറോണിയൻ ഐസ് ഏജ് ആണ്. ഇത് ഏകദേശം 2.4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു. ആ സമയത്ത് ഭൂമിയിൽ ചെറിയ സൂക്ഷ്മജീവികളായ സയനോബാക്ടീരിയ ഫോട്ടോസിന്തസിസ് ആരംഭിച്ചു. ഇതിന്റെ ഫലമായി അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ വർദ്ധിച്ചു. അതിനു മുമ്പ് മീഥേൻ എന്ന വാതകം അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിരുന്നു. മീഥേൻ ഒരു ശക്തമായ ഗ്രീൻഹൌസ് ഗ്യാസ് ആണ്, ഭൂമിയുടെ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നത്. ഓക്സിജൻ കൂടുമ്പോൾ മീഥേൻ കുറയാൻ തുടങ്ങി. മീഥേൻ കുറഞ്ഞതോടെ ഭൂമിയുടെ ചൂട് വേഗത്തിൽ കുറഞ്ഞു. അങ്ങനെ ഭൂമി ഒരു വലിയ തണുപ്പുകാലത്തിലേക്ക് കടന്നു. അടുത്ത വലിയ ഐസ് ഏജ് ക്രയോജീനിയൻ ഐസ് ഏജ് ആണ്. ഏകദേശം 720 മുതൽ 635 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിച്ചു. ഇത് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ തണുപ്പുകാലമായിരിക്കാം എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. സ്നോബോൾ എർത്ത് എന്ന ആശയം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഭൂമി ഏകദേശം മുഴുവൻ ഐസ് കൊണ്ട് മൂടപ്പെട്ടിരിക്കാം. ഈക്വേറ്റർ ഭാഗങ്ങളിലും ഗ്ലേഷ്യേഴ്സ് ഉണ്ടായിരിക്കാമെന്ന തെളിവുകൾ പഴയ പാറകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും തണുപ്പിലും ജീവൻ മുഴുവനായി ഇല്ലാതായില്ല. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ, വോൾക്കാനിക് പ്രദേശങ്ങളിൽ, ഹൈഡ്രോതെർമൽ വെന്റ്സ് പോലുള്ള ഇടങ്ങളിൽ സൂക്ഷ്മജീവികൾ ജീവിച്ചിരിക്കാം. ഈ ഐസ് ഏജ് കഴിഞ്ഞതിനുശേഷം കൂടുതൽ സങ്കീർണമായ മൾട്ടിസെല്ലുലർ ജീവികൾ രൂപപ്പെടാൻ തുടങ്ങി. അതായത് ചിലപ്പോൾ വലിയ പ്രതിസന്ധികൾ തന്നെ എവല്യൂഷന് വഴിയൊരുക്കുന്നു. മൂന്നാമത്തെ പ്രധാന ഐസ് ഏജ് ആൻഡിയൻ സഹാറൻ ഐസ് ഏജ് ആണ്. ഏകദേശം 450 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിച്ചു. ആ സമയത്ത് ചില കോണ്ടിനെന്റ്സ് സൗത്ത് പോൾ ഭാഗത്തേക്ക് നീങ്ങിയിരുന്നു. കൂടാതെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് കുറയുകയും ചെയ്തു. കാർബൺ ഡയോക്സൈഡ് കുറയുമ്പോൾ ഭൂമിയുടെ ചൂട് കുറയുന്നു. സീ ലെവൽ താഴ്ന്നു. മറീൻ ഇക്കോസിസ്റ്റംസ് വലിയ തിരിച്ചടി നേരിട്ടു. അടുത്തതായി കാരു ഐസ് ഏജ് ഏകദേശം 360 മുതൽ 260 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി. ഈ സമയത്ത് ഭൂമിയിൽ വലിയ ഫോറസ്റ്സ് വളർന്നു. മരങ്ങൾ കാർബൺ ഡയോക്സൈഡ് വലിയ അളവിൽ ആഗിരണം ചെയ്തതോടെ ഗ്രീൻഹൌസ് എഫക്റ്റ് കുറയുകയും ഭൂമി കൂടുതൽ തണുക്കുകയും ചെയ്തു. സദേൺ ഹെമസ്ഫിയറിൽ വലിയ ഗ്ലേഷ്യേഴ്സ് രൂപപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. നാം ഇന്നും ഒരു ഐസ് ഏജിൽ തന്നെ ജീവിക്കുകയാണ്. ഇതിനെ ക്വറ്റേണറി ഐസ് ഏജ് എന്ന് വിളിക്കുന്നു. ഇത് ഏകദേശം 2.6 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു. ഐസ് ഏജ് എന്നത് തുടർച്ചയായ തണുപ്പ് മാത്രമല്ല. അതിൽ 2 ഘട്ടങ്ങൾ ഉണ്ടാകും. ഗ്ലേസിയൽ പീരിയഡ്സ് വളരെ തണുത്ത കാലങ്ങൾ. ഇന്റർഗ്ലേസിയൽ പീരിയഡ്സ് താരതമ്യേന ചൂടുള്ള കാലങ്ങൾ. ഇപ്പോൾ നാം ഒരു ഇന്റർഗ്ലേസിയൽ കാലഘട്ടമായ ഹോളസീൻ ഇലാണ് ജീവിക്കുന്നത്. ഐസ് ഏജസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഒരു പ്രധാന കാരണം ഭൂമിയുടെ ഭ്രമണപഥത്തിലെ ചെറിയ മാറ്റങ്ങളാണ്. ഇതിനെ മിലങ്കോവിച്ച് സൈക്കിൾസ് എന്ന് വിളിക്കുന്നു. ഭൂമിക്ക് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് ഇതിലൂടെ മാറും. അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസിന്റെ അളവും നിർണായകമാണ്. കാർബൺ ഡയോക്സൈഡ് കുറയുമ്പോൾ തണുപ്പ് കൂടും. പ്ലേറ്റ് ടെക്ടോണിക്സ് മറ്റൊരു കാരണമാണ്. കോണ്ടിനെന്റ്സ് ധ്രുവപ്രദേശങ്ങളിലേക്ക് നീങ്ങിയാൽ അവിടങ്ങളിൽ ഐസ് രൂപപ്പെടാൻ എളുപ്പമാകും. ഓഷൻ കറന്റ്സ് മാറിയാലും ക്ലൈമറ്റ് മാറും. ഇപ്പോൾ ഒരു വലിയ ചോദ്യത്തിലേക്ക് വരാം. മനുഷ്യർ ഈ കടുത്ത തണുപ്പുകാലങ്ങളിൽ എങ്ങനെ ജീവിച്ചു? ആദ്യകാല മനുഷ്യർ ആഫ്രിക്കയിലാണ് രൂപപ്പെട്ടത്. ആഫ്രിക്കയിലെ ക്ലൈമറ്റ് താരതമ്യേന സ്റ്റേബിൾ ആയിരുന്നു. പക്ഷേ പിന്നീട് മനുഷ്യർ യൂറോപ്പ്, ഏഷ്യ ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ സെവിയർ കോൾഡ് നേരിടേണ്ടി വന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അഡാപ്റ്റബിലിറ്റിയാണ്, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറാനുള്ള കഴിവ്. ഫയർ ഉപയോഗം മനുഷ്യന്റെ സർവൈവലിൽ വലിയ പങ്കുവഹിച്ചു. ഫയർ വാംത്ത് നൽകി, പ്രെഡറ്റേഴ്സിൽ നിന്ന് സംരക്ഷിച്ചു, ഭക്ഷണം കുക്ക് ചെയ്യാൻ സഹായിച്ചു. ക്ലോതിംഗ് മറ്റൊരു വലിയ ഇന്നൊവേഷൻ ആയിരുന്നു. ആനിമൽ സ്കിൻസ് ഉപയോഗിച്ച് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കി. ഇത് ശരീരചൂട് നിലനിർത്താൻ സഹായിച്ചു. ഷെൽട്ടേഴ്സ് നിർമ്മിക്കാൻ അവർ പഠിച്ചു. കേവ്സിൽ താമസിച്ചു. പിന്നീട് സിമ്പിൾ ഹട്ട്സ് നിർമ്മിച്ചു. കാറ്റിലും മഞ്ഞിലും നിന്ന് സംരക്ഷണം ലഭിച്ചു. ഡയറ്റ് മാറി. ഐസ് ഏജ് എൻവയറമെന്റ്സിൽ മാമത്ത്, റെയിൻഡിയർ, ബൈസൺ പോലുള്ള വലിയ ആനിമൽസ് അബണ്ടന്റ് ആയിരുന്നു. ഇവയെ വേട്ടയാടി. ഫാറ്റ് റിച്ച് മീറ്റ് ശരീരത്തിന് ആവശ്യമായ എനർജി നൽകി. മനുഷ്യർ സോഷ്യൽ സ്പീഷീസ് ആയതിനാൽ കോഓപ്പറേഷൻ വലിയ സഹായമായി. ഗ്രൂപ്പ് ഹണ്ടിംഗ്, ഫുഡ് ഷെയറിംഗ്, നോളജ് ഷെയറിംഗ് എല്ലാം സർവൈവൽ സ്ട്രാറ്റജീസ് ആയിരുന്നു. ടൂൾസ് കൂടുതൽ അഡ്വാൻസ് ആയി. സ്പിയേഴ്സ്, സ്റ്റോൺ ബ്ലേഡ്സ്, പിന്നീട് നീഡിൽസ് വരെ ഉണ്ടാക്കി. നീഡിൽസ് ഉപയോഗിച്ച് ഫിറ്റഡ് ക്ലോതിംഗ് ഉണ്ടാക്കാൻ സാധിച്ചു. ബ്രെയിൻ മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധമായിരുന്നു. അവർ സീസൺസ് മനസ്സിലാക്കി. മൈഗ്രേഷൻ റൂട്ട്സ് പിന്തുടർന്നു. മുന്നൊരുക്കങ്ങൾ നടത്തി. ജനറ്റിക് അഡപ്റ്റേഷൻസ് പോലും ഉണ്ടായി. ചില പോപ്യുലേഷൻസിൽ ബോഡി ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ മാറി.
തണുത്ത വായു ചൂടാക്കാൻ സഹായിക്കുന്ന വിധത്തിൽ നോസ് ഷേപ്പ് പോലും അഡാപ്റ്റ് ചെയ്തതായി ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 20,000 വർഷങ്ങൾക്ക് മുമ്പ് ലാസ്റ്റ് ഗ്ലേസിയൽ മാക്സിമം എന്ന ഏറ്റവും തണുത്ത ഘട്ടമുണ്ടായിരുന്നു. സീ ലെവൽ വളരെ താഴ്ന്നിരുന്നു. സൈബീരിയയും അലാസ്കയും തമ്മിൽ ബെയറിംഗ് ലാൻഡ് ബ്രിഡ്ജ് രൂപപ്പെട്ടു. ഇതിലൂടെ മനുഷ്യർ അമേരിക്കാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. പിന്നീട് ഭൂമി വീണ്ടും ചൂടായി. ഐസ് ഷീറ്റ്സ് മെൽറ്റ് ചെയ്തു. സീ ലെവൽസ് ഉയർന്നു. റിവേഴ്സ് രൂപപ്പെട്ടു. പിന്നീട് അഗ്രികൾച്ചർ ആരംഭിക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടായി. ഐസ് ഏജസ് നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. ഭൂമി സ്ഥിരമായ ഒന്നല്ല, അത് നിരന്തരം മാറുന്നു. ഈ കഥയിൽ നിന്ന് മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കാം. ശക്തിയുള്ളവരാണ് ജീവിക്കുന്നത് എന്നല്ല, മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നവരാണ് ജീവിക്കുന്നത്. മനുഷ്യൻ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇന്നും നാം ഒരു ഐസ് ഏജിൽ തന്നെയാണ്, പക്ഷേ അതിന്റെ വാം ഫേസിൽ ജീവിക്കുന്നു. ഭാവിയിൽ വീണ്ടും ഗ്ലേസിയൽ പീരിയഡ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ക്ലൈമറ്റിനെ മാറ്റുന്ന രീതിയും വലിയ ഘടകമായി മാറിയിട്ടുണ്ട്. ഭൂമിയുടെ ചരിത്രം നമ്മോട് പറയുന്നത് ഒരേയൊരു കാര്യമാണ്: മാറ്റം അനിവാര്യമാണ്. ആ മാറ്റങ്ങളെ ഏറ്റുവാങ്ങി മാറുന്ന ജീവികളാണ് ഈ ഗ്രഹത്തിൽ തുടരുന്നത്.